നമസ്തേ. എഡിറ്റേഴ്സ് ചോയ്സ് തുടങ്ങുകയാണ്. നേരെ ഗുരുമുഖത്തേക്ക്. ഡോക്ടർ KS രാധാകൃഷ്ണൻ സർ, നമസ്തേ, പ്രണാമം. ആരാണ് ഗുരു? എന്തിനാണ് ഗുരുപൂജ? ഇത് കുമാരനാശാൻ്റെ 2 വരിയാണ് എനിക്കതിനകത്ത് പറയാനുള്ളത്. ആരായുകിൽ അന്ധത്വമൊഴിച്ച് ആദിമഹസ്സിൻ നേരാൻ വഴി കാക്കും ഗുരുവല്ലോ പരദൈവം എന്ന് കുമാരനാശാൻ പറഞ്ഞിട്ടുണ്ട്. മനസ്സിലെ അന്ധത നീക്കി നേർവഴിക്ക് നയിക്കുന്നവനാരോ അവനാണ് ഗുരു എന്ന് ബഹുവ്രീഹി സമാസം. അതാരുമാകാം ഗുരു. ഭാരതീയ സങ്കല്പമനുസരിച്ച് ഈ പ്രപഞ്ചത്തിലെ ഓരോ പ്രതിഭാസവും ഗുരുക്കന്മാർ തന്നെ ആയിട്ടാണ് കാണാറുള്ളത്. ആ ഗുരു പരമ്പരയിൽ പെട്ടതാണ് ചെടികളും പക്ഷികളും മൃഗങ്ങളും ബാക്കിയുള്ള എല്ലാ നദികളും പർവ്വതങ്ങളും ഒക്കെ. അതുകൊണ്ടാണ് അവരെയൊക്കെ ആരാധിക്കുന്ന, അവരെയൊക്കെ ആദരിക്കുന്ന ഒരു സംസ്കാരം ഭാരതത്തിൽ നിലനിൽക്കാനുള്ള കാരണം. ഇവിടുത്തെ ചോദ്യം, ഇപ്പോൾ ഉയർന്നിരിക്കുന്ന ഒരു വിവാദ പശ്ചാത്തലത്തിൽ അങ്ങനെ പാദപൂജ നടത്തിയത്, അവരുടെ കാലുകൾ കഴുകി അവരെ വന്ദിച്ചത് ശരിയാണോ എന്നതാണ് ചോദ്യം. ആ ചോദ്യം യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന വിവിധ സമൂഹങ്ങളുടെ, വിവിധ സംഘങ്ങളുടെ ആചാര അനുഷ്ഠാനങ്ങൾ ശരിയാണോ എന്ന ചോദ്യത്തിലേക്കാണ് നയിക്കുന്നത്. ആചാരാനുഷ്ഠാനങ്ങൾ ഓരോ സമൂഹത്തിനും ഓരോ രീതിയിലുണ്ട്. ഇപ്പോൾ ഈസ്റ്ററിൻ്റെ തലേന്ന് ലോകത്തിലെ എല്ലാ കത്തോലിക്ക പള്ളികളിലും മഹാപുരോഹിതന്മാരെല്ലാവരും, സഭാപിതാക്കന്മാരെല്ലാവരും വിശ്വാസികളുടെ കാല് കഴുകി ചുംബിക്കാറുണ്ട്. അത് അവരുടെ ആചാരത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും അവിഭാജ്യമായ ഘടകമാണ്. യേശുദേവൻ താൻ ആരാധന സ്വീകരിക്കാനല്ല, ആരാധന നൽകാനാണ് വന്നത് എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ ശിഷ്യ പരമ്പരകളുടെ കാല് കഴുകി ചുംബിച്ചതിൻ്റെ ഓർമ്മ നിലനിർത്തുന്നതിന് വേണ്ടി ഇന്നും നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുന്ന ആചാരമാണ്. ഇനി മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അതിൻ്റെ ആചാരമുണ്ട്. ആ ആചാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരുടെ പാർട്ടി സമ്മേളനം തുടങ്ങുന്നതിന് മുൻപ് ഒരു 4 രീതിയിലുള്ള ഒരു കുറ്റി അവിടെ കൊണ്ട് സ്ഥാപിച്ചിട്ട്, ഒരു ചെറിയൊരു സ്തൂപം സ്ഥാപിച്ചിട്ട്, ആ സ്തൂപത്തെ രക്തസാക്ഷി മണ്ഡപമായി സങ്കല്പിച്ച് ആ രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തിക്കൊണ്ട് അവർ വിളിക്കുന്ന ഒരു മുദ്രാവാക്യമുണ്ട്. അതിൽ പറയുന്നത്, രക്തസാക്ഷി മരിക്കുന്നില്ല, ജീവിക്കുന്നു ഞങ്ങളിലൂടെ എന്നാണ്. ഇത് ശുദ്ധമായ കളവാണ് എന്ന് ആർക്കും പറയാവുന്നതാണ്. കാരണം മരിച്ചു കഴിഞ്ഞവനാണ് രക്തസാക്ഷി. ആ മരിച്ചു കഴിഞ്ഞ രക്തസാക്ഷി മരിക്കുന്നില്ല എന്നാണ് കമ്മ്യൂണിസ്റ്റുകാർ പറയുന്നത്. അവർക്കങ്ങനെ പറയാനും ആ ആചാരം അവർക്ക് അനുഷ്ഠിക്കാനും അവകാശമുണ്ട്. അതിന് യുക്തിയില്ല, അതിൽ പുരോഗതിയില്ല, അതിൽ ഈ പറയുന്ന യാതൊന്നുമില്ല. അത് വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. കമ്മ്യൂണിസ്റ്റ് വിശ്വാസം അങ്ങനെയാണ് അവരെ പഠിപ്പിക്കുന്നതും അങ്ങനെയാണ് അവർ ചെയ്യുന്നതും. ഇനി മറ്റൊന്നുകൂടി പറയാം. മരണവുമായി ബന്ധപ്പെട്ട് കമ്മ്യൂണിസ്റ്റുകാർക്ക് അവരുടെ ആചാരങ്ങളുണ്ട്. നമുക്ക് കമ്മ്യൂണിസ്റ്റുകാരല്ലാത്തവർക്ക് മരണത്തിൻ്റെ ആചാരങ്ങളുണ്ട്. അത് ഓരോ മതവിഭാഗത്തിനും ജാതി വിഭാഗത്തിനും ഒക്കെ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. പക്ഷെ കമ്മ്യൂണിസ്റ്റുകാരുടെ ആചാരം എന്താണെന്ന് വെച്ചാൽ, മൃതശരീരത്തിൻ്റെ മുന്നിൽ ഇങ്ങനെ മുഷ്ടി ചുരുട്ടി പിടിച്ച് മുദ്രാവാക്യം വിളിക്കുന്നതാണ്. അത് നല്ലതാണോ എന്ന് ചോദിച്ചാൽ എൻ്റെ അഭിപ്രായത്തിൽ നല്ലതല്ല എന്ന് ഞാൻ പറയും. പക്ഷേ എൻ്റെ അഭിപ്രായം അവിടെ അപ്രസക്തമാണ്. അത് കമ്മ്യൂണിസ്റ്റുകാരുടെ ആചാരമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 4 അക്ഷരം പഠിപ്പിച്ച് തന്ന ഒരധ്യാപകനാണ്. ആ അധ്യാപകൻ്റെ ക്ലാസ്സിലിരുന്ന് ഒരു കാര്യം ഗ്രഹിച്ചപ്പോൾ തൻ്റെ മനസ്സിൽ തെളിയുകയും മനസ്സിൽ വെളിച്ചം വരികയും ആ വെളിച്ചം കണ്ണുകളിലൂടെ പ്രസരിപ്പിക്കപ്പെടുകയും ചെയ്യുക. ആ കണ്ണിൻ്റെ തിളക്കം കണ്ട് അധ്യാപകൻ ആനന്ദം അനുഭവിക്കുക. അങ്ങനെയുള്ള ഒരു അധ്യാപകനെ ലോകത്ത് എവിടെ വെച്ച് കണ്ടു കഴിഞ്ഞാലും അദ്ദേഹത്തിൻ്റെ പാദത്തിൽ നമസ്കരിക്കുക എന്നത് ഒരു ശീലമാണ്. ഞാൻ അത് കൂടാതെയും നമസ്കരിച്ചിട്ടുണ്ട്. എനിക്ക് നമസ്കരിക്കണമെന്ന് തോന്നി ഞാൻ പോയി നമസ്കരിച്ചിട്ടുള്ള ഒരാളെന്താണെന്ന് വെച്ചാൽ യേശുദാസിൻ്റെ പാദങ്ങളിലാണ്. അതെന്താ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാൻ മലയാളിക്കൊരവസരം കിട്ടിയത് യേശുദാസിൻ്റെ പാട്ടുകളിലൂടെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ മുന്നിൽ നമസ്കരിച്ചിട്ടുണ്ട്. അതുപോലെ
എവനോ ആയിരുന്ന ഒരുവൻ ഒരു ലേഖനം എഴുതിയിട്ട് മാതൃഭൂമിയിലേക്ക് അയക്കുക, ആ ലേഖനം വായിച്ച് ഇത് പ്രസിദ്ധീകരിക്കുന്നു, തുടർന്ന് എഴുതണം എന്ന് പറഞ്ഞൊരു കത്തെഴുതി എന്നിലെ എഴുത്തുകാരൻ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിത്വത്തെ വളർത്തിയെടുത്ത MT വാസുദേവൻ നായരുടെ പാദങ്ങളിൽ ഞാൻ നമസ്കരിച്ചിട്ടുണ്ട്. ഇതെല്ലാം പരസ്യമായിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്, രഹസ്യമായിട്ടല്ല. അതെന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കങ്ങനെ ചെയ്യണം എന്നുള്ളതാണ്, എൻ്റെ ഒരു ആദരവ് പ്രകടിപ്പിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഈ ആദരവ് വിദ്യാർത്ഥികൾ പ്രകടിപ്പിക്കണോ വേണ്ടയോ എന്നതാണ് അടുത്ത ചോദ്യം. എൻ്റെ അഭിപ്രായത്തിൽ അധ്യാപകരുടെ കൊങ്ങയ്ക്ക് പിടിക്കുകയും അവരിയ്ക്കുന്ന കസേര കത്തിക്കുകയും അവർക്ക് ചിത ഒരുക്കുകയും അവർക്ക് ശവക്കുഴി തോണ്ടുകയും അവരുടെ മാതാപിതാക്കളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പുലഭ്യം പറയുകയും ചെയ്യുന്ന ഒരു സംസ്കാരത്തിൽ നിന്നെല്ലാം മാറി അവരെ ആദരിക്കുന്ന ഒരു സംസ്കാരം വിദ്യാർത്ഥികളിലേക്ക് വരുന്നു എന്നുള്ളതിന് ഒരു അധ്യാപകൻ എന്ന നിലക്ക് ഞാൻ സ്വാഗതം ചെയ്യണം. ഇനി മറ്റൊന്നു കൂടിയുണ്ട്. ഞാനൊരു കൊല്ലത്തിൽ ഒരുപാട് പരിപാടികളിൽ പങ്കെടുക്കാൻ വേണ്ടി പോകുന്നുണ്ട്. അനേകം വിദ്യാർത്ഥികൾക്ക് ഈ സമ്മാനങ്ങൾ കൊടുക്കാറുണ്ട്, മെരിറ്റിൻ്റെ അവാർഡും അവർക്ക് കലാപ്രകടനത്തിന് കിട്ടിയ അവാർഡും. ഈ അവാർഡ് വാങ്ങിച്ചു കൊണ്ട് പോകുന്ന സമയത്ത് ഈ വിദ്യാർത്ഥികളിൽ നല്ലൊരു വിഭാഗം പേര് അത് കൊടുക്കുന്ന എൻ്റെ കാലിലും നമസ്കരിച്ചിട്ടാണ് പോകാറുള്ളത്. അപ്പോൾ അവരെന്തിനങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് അങ്ങനെ തോന്നി എന്ന് മാത്രമാണ് അതിൻ്റെ ഉത്തരം. ഇനി ഇത് മാത്രമല്ല, ഭാരതത്തിന് വേറൊരു രീതി കൂടി ഉണ്ടായിരുന്നു. ഒരു അതിഥി വന്നു കഴിഞ്ഞാൽ, അതിഥി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഗസ്റ്റ് എന്ന അർത്ഥത്തിലല്ല, ഒരു തിഥിക്ക് അപ്പുറം താമസിക്കാത്തവനാണ്, അപരിചിതനാണ് അതിഥി. ആ അപരിചിതൻ വന്നു കഴിഞ്ഞാൽ ആ അപരിചിതൻ്റെ കാല് കഴുകിച്ച് വീട്ടിലേക്ക് ക്ഷണിക്കുന്ന ഒരു രീതി കേരളത്തിലുമൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോഴതിൻ്റെ ആവശ്യമില്ല, കാരണം ഇപ്പോൾ കാല് കഴുകാൻ അവിടെ വെള്ളം വെച്ചിട്ടുണ്ടാകില്ല. മുമ്പ് അങ്ങനെയല്ല, മുൻപ് അവിടെ ഒരു കുറച്ച് വെള്ളം വെച്ചേക്കും, ആ വെള്ളം എടുത്തിട്ട് അവർ കാല് കഴുകിയിട്ടായിരിക്കും വീടിനകത്തേക്ക് കയറുക. അത് ചെറ്റക്കുടിലാണെങ്കിലും അവിടെ ഒരു കല്ലുണ്ടാകും, ആ കല്ലിൽ ഈ കാല് കഴുകിയിട്ട് കയറുള്ളൂ. ഇത് ഒരു ജീവിതത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ജീവിത ശൈലിയുടെയും ഭാഗമാണ്. അങ്ങനെ ചെയ്യുന്നത് ഇനി ഇത് പുരോഗമനമല്ല എന്നാണ് ഞാൻ ഇത് സംബന്ധിച്ച് കേട്ട ഏറ്റവും വിചിത്രമായൊരു വാദം. അതിലെനിക്ക് രണ്ട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ഒന്ന്, ഏതെങ്കിലും ഒരു കാര്യം പുരോഗമനമാണോ അല്ലയോ എന്നുള്ളതിൻ്റെ തീർപ്പ് കൽപ്പിക്കുന്നതിനെ മാർക്സിസ്റ്റ് പാർട്ടിക്കാണോ അതിൻ്റെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നത് എന്നൊരു ചോദ്യമുണ്ട്. അവരാരാണ് ഞാൻ പുരോഗമനവാദിയാണോ അല്ലയോ എന്ന് പറയാനായിട്ട്? അതിലൊരു അപകടമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, ഇതാണ് പുരോഗമനം എന്ന് മുൻകൂട്ടി നിശ്ചയിക്കുക, അതിനോടൊപ്പം വന്നില്ല എന്നുണ്ടെങ്കിൽ അത് പുരോഗമനമല്ല എന്ന് പറയുക, പുരോഗമനവാദി അല്ലാത്തവനെ ഈ രാജ്യത്ത് നിന്ന് തമസ്കരിക്കുകയോ നിഷ്കാസനം ചെയ്യുകയോ ചെയ്യുക. ഈ രീതിയിൽ കുട്ടികൾ അവരുടെ അധ്യാപകരെ നമസ്കരിക്കുന്നതും അവരുടെ അനുഗ്രഹം തേടുന്നതും അവരുടെ കാല് കഴിയിക്കുന്നതും പുരോഗമനമല്ല എന്ന് നിശ്ചയിക്കാൻ ഇവർക്ക് ആരധികാരം കൊടുത്ത്, എന്ത് മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർ പുരോഗമനമാണോ അല്ലയോ എന്ന് നിശ്ചയിക്കുന്നത്? ഇത്തരം ചോദ്യങ്ങൾക്ക് കൂടി അവർ ഉത്തരം നൽകേണ്ടതാണ്.